Most welcome to the most wanted. ഇത് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനും അതേപോലെ ലൈംഗികാരോപണം നേരിടുന്ന കൊല്ലം MLA M. മുകേഷിനും രണ്ട് നീതിയാണോ എന്നുള്ളതാണ് ഇന്ന് നമുക്ക് മോസ്റ്റ് വാണ്ടഡായി തോന്നുന്നു. രഞ്ജിത്ത് തനിക്കെതിരെ വന്ന ശ്രീലേഖ മിത്ര എന്ന ബംഗാളി നടി തനിക്കെതിരെ ഉയർത്തിവിട്ട ആരോപണങ്ങൾ അവസരം കൊടുക്കാത്തത് കൊണ്ടുള്ള നീരസത്തിലാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത് എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. മാത്രമല്ല, മിത്രയ്ക്കെതിരെ കേസ് കൊടുക്കാൻ വരെ തയ്യാറാകും എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. അതുകൊണ്ടെന്തുണ്ടായി, മാപ്പ് പറഞ്ഞ് ഒരു സോറിയെങ്കിലും പറഞ്ഞാൽ മതി എന്ന നിലപാടിൽ നിന്ന ശ്രീലേഖ മിത്ര നേരിട്ട് കൊച്ചി ഹൈക്കമ്മീഷണർക്ക്, പോലീസ് ഹൈക്കമ്മീഷണർക്ക് പരാതി നൽകി, ഇമെയിൽ വഴി. അതോടെ രഞ്ജിത്ത് കുടുങ്ങി, രാജിവെക്കേണ്ടി വന്നു. അത്രയും നാൾ രഞ്ജിത്ത് മഹാനടനാണെന്നും പണ്ഡിതനാണെന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ കലാകാരനാണെന്നും ഇതിഹാസമാണെന്നും ഒക്കെയാണ് ഭരണാധികാരികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും രഞ്ജിത്തിന് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. എന്നാൽ അതുപോലൊരു ഔദ്യോഗിക സ്ഥാനത്താണ് M. മുകേഷ് MLA ഇപ്പോൾ നിലവിലുള്ളത്. അദ്ദേഹം കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ MLA ആണ്. അദ്ദേഹത്തിനെതിരെ മീനു എന്ന് പറയുന്ന ഒരു സിനിമാ നടി ഉയർത്തിയ ആരോപണങ്ങൾ വളരെ കഴമ്പുള്ളതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിനെ ചെക്ക് ചെയ്ത് എന്തായാലും രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് CPM വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വെളിപ്പെടുത്തലുകൾ, കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വന്ന് വെളിപ്പെടുത്തലുകൾ നടത്തി നാണം കെട്ട് നാറി രാജിവെക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലൊരു ആരോപണം നേരിടുന്ന, പ്രത്യേകിച്ചും MLA പദവിയിലിരിക്കുന്ന ഒരാൾ സ്വയമേവ രാജിവെച്ച് പിൻവാങ്ങുന്നതാണ് നല്ലത്. പക്ഷേ CPM ആകട്ടെ കട്ട പിന്തുണ ഇപ്പോൾ കൊടുത്തിരിക്കുന്നു. പക്ഷേ CPMന്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം കൂടിയ റിപ്പോർട്ട് പത്രങ്ങളിൽ വന്ന അനുസരിച്ചാണെങ്കിൽ വനിതാ സഖാക്കളടക്കം ജില്ലാ സെക്രട്ടേറിയറ്റിലെ C. രാധാമണി തുടങ്ങിയ വനിതാ നേതാക്കൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഉൾപ്പെടെ കണിശമായ നടപടിയുണ്ടാകണം, അത്തരത്തിലുള്ള വിമർശനമാണ് അവരുന്നയിച്ചത്. പൊതുവിൽ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് ഇപ്പോഴും യോജിച്ചില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും പൂർണ്ണ മനസ്സോടെ ആയിരുന്നില്ല. കാരണം അവരുടെ തീരുമാനമല്ല. കഴിഞ്ഞ തവണ മത്സരിപ്പിച്ചതും അത്ര ദഹിച്ച അവസ്ഥയിലായിരുന്നില്ല CPM ജില്ലാ നേതൃത്വം. കൊല്ലം പോലെയുള്ള ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു സെലിബ്രിറ്റിയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കേണ്ടെന്ന് യാതൊരു ആവശ്യവും ഇല്ലാതിരിക്കെ ആണ് ശ്രീ മുകേഷിനെ അവിടെ സ്ഥാനാർത്ഥിയായി 2 തവണ വാഴിച്ചത്. രണ്ടാമത്തെ തവണ വളരെ കഷ്ടപ്പെട്ടാണ് മുകേഷ് വിജയിച്ചു വന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഇങ്ങനെ അതുപോലെ അദ്ദേഹത്തിൻ്റെ രീതികൾ, അതുപോലെ ഈ ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ വളരെ ദുഃഖിതയായിട്ട് ഇപ്പോൾ ചില കാര്യങ്ങൾ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെ തികച്ചും മർദ്ദിക്കുകയും വെള്ളമടിച്ചുകൊണ്ട് വീട്ടിൽ വരിക മാത്രമല്ല, വെള്ളമടിച്ച പെണ്ണുങ്ങളെയും കൊണ്ട് വീട്ടിൽ വരിക എന്നൊക്കെ പറയുന്ന മ്ലേച്ഛമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളാണ് ശ്രീ മുകേഷ് എന്ന് അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയുടെ വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാകുന്നു. ഇത് തന്നെയാണ് പച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിലും മേതിൽ ദേവികയും ഇയാളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും വേണ്ടത്ര പരിഗണിക്കാതെ ഇനിയും ആരോപണങ്ങൾ വരുന്നതുവരെ കാത്തിരുന്ന്
വെറുതെ പാർട്ടിയുടെയും മുന്നണിയുടെയും ഇമേജ് കളയേണ്ടതില്ല എന്നുള്ളതാണ് ഏതൊരാളും, ഏതൊരു യുക്തിബോധമുള്ള ആളും നീതിബോധമുള്ള ആളും ചിന്തിക്കേണ്ടത്. പക്ഷേ CPM സംസ്ഥാന നേതൃത്വം അങ്ങനെ ചിന്തിക്കുന്നില്ല. സംസ്ഥാന നേതൃത്വം എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമുക്കറിയാം. അത് പിന്നെ കാരണഭൂതനായിട്ടുള്ള പിണറായി വിജയൻ്റെ ഇംഗിതത്തിനനുസരിച്ചാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് മുകേഷ്. അതെന്തടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് എന്നുള്ളത് മാത്രം ഇനി വെളിച്ചത്ത് വരേണ്ട കാര്യമേ ഉള്ളൂ. എന്തായാലും ഈ രഞ്ജിത്ത് അതുപോലെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലോ സൗത്ത് മണ്ഡലത്തിലോ മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അവിടെ വളരെ ജനകീയനായ പ്രദീപ് കുമാർ MLA ഒഴിവാക്കിയിട്ടാണ് തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന് പറയുന്ന പഴയ മേയറെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. രഞ്ജിത്തിന് ആ സൈറ്റായിരുന്നു നോട്ടം. അത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പിണറായി വിജയൻ നേരെ പിടിച്ചുകൊണ്ട് വന്ന് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് അവരോധിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിൽ സാക്ഷ്യമുള്ളതാണ്. ഡോക്ടർ ബിജുവിനെതിരെ ഒരു ആരോപണം, ഒരുപക്ഷെ ജാതീയമായി പോലും അത് അധിക്ഷേപിക്കാവുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു. അതുപോലെ കഴിഞ്ഞ തവണത്തെ ജൂറി ചലച്ചിത്ര അക്കാദമി ജൂറി IFFK ജൂറിയിൽ ഇടപെട്ട് തനിൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണവും രഞ്ജിത്തിനെതിരെ അന്ന് ഉയർന്നു വന്നിരുന്നു. ഇതിനൊന്നും ഒരു പരിഗണനയും കൊടുക്കാതെയാണ് ഗവൺമെൻറ്റും സാംസ്കാരിക മന്ത്രിയും നിലപാടുകൾ സ്വീകരിച്ചത്. അവസാനം നിൽക്കക്കള്ളിയില്ലാതെ കോടതി ഇടപെടും എന്നുള്ള സാഹചര്യം വന്നപ്പോഴാണ് ശ്രീലേഖ മിത്ര പരാതിയുമായി ഡയറക്റ്റ് പോലീസിനെ സമീപിച്ചപ്പോഴാണ് രംഗം വഷളാകാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ് പുതിയ ഒരു അന്വേഷണ കമ്മിറ്റി സംഘത്തെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ്. 4 വനിതാ SP-മാരടങ്ങുന്ന SP റാങ്കിലും IG റാങ്കിലുമുള്ള 4 പേരടങ്ങുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT രൂപീകരിച്ചുകൊണ്ട് ഇതൊക്കെ അന്വേഷിക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ പൂങ്കുഴലിയെയും മറ്റ് IPS വനിതകളായ ഉദ്യോഗസ്ഥരെയും കാണുമ്പോൾ പേടിച്ച് അരണ്ട് മാളത്തിൽ ഒളിക്കുന്നവരാണ് സിനിമാ നടികളെന്നാണ് ഗവൺമെൻറ് ധരിച്ചിരിക്കുന്നത്. ഈ അനുഭവങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ തന്നെ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി അതിനകത്ത് പിടിച്ചു നിൽക്കുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇനി പൂങ്കുഴലിയല്ല ഏത് കുഴലി വന്ന് ആറാട്ടം നടത്തിയാലും അതിനെയൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്ന പരിശീലനമാണ് മലയാള സിനിമാ ലോകം അവർക്ക് നൽകിയത് എന്നുള്ളത് നമ്മൾ യാഥാർത്ഥ്യമായി കാണണം. അങ്ങനെ വന്നാൽ മുകേഷിനെതിരെ ഇനിയും ഏറെ ആരോപണങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു നടനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം സ്വയം രാജിവെച്ച് ഒഴിഞ്ഞ് പാർട്ടിയെയും മുന്നണിയെയും അതിൻ്റെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിന് വേണ്ടി വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവസരമൊരുക്കണം എന്നാണ് മിതമായ ഭാഷയിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.